ഒരു പാരഡി പാട്ട് താങ്ങാനുള്ള ആരോഗ്യം പോലും കേരളത്തിലെ CPM-ന് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെവിടെ എത്തി? ഏത് തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാലും കേരളത്തിലെ ജനങ്ങൾ ഇത്തരം പാരഡി ഗാനങ്ങളും അതുപോലെ ഇത്തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ അത് വിരുദ്ധ കക്ഷികൾ ഇറക്കുകയാണെങ്കിൽ മറ്റുള്ളവർ അംഗീകരിക്കും, മറ്റുള്ളവർ ഇറക്കുകയാണെങ്കിൽ മറ്റുള്ളവർ കേൾക്കും, അത് രസിക്കും. അതിനപ്പുറത്ത് അതൊരു സറ്റയറാണ്. ഒരു ആക്ഷേപഹാസ്യത്തിലേക്ക് ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്നതൊക്കെ സാധാരണമാണ്. അത്തരം ഒരു പാട്ട് പോലും ഇറക്കുമ്പോൾ അതിന് കേസെടുക്കുക എന്ന് പറയുമ്പോൾ CPM-ന്റെ ഒരു മാനസികാവസ്ഥ എന്താണ്? തെരഞ്ഞെടുപ്പിന്റെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്താൻ തയ്യാറല്ല എന്നതിന്റെ തെളിവാണിത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പരമാവധി ഏത് ഘട്ടത്തിലായാലും കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വർഗീയ പാർട്ടികൾ ആരായാലും ശരി അവരെ മാറ്റി നിർത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് BJP ഉയർത്തുന്ന വെല്ലുവിളി അത് ദേശീയ തലത്തിലും കേരളത്തിലും ഉണ്ടാക്കുന്ന വെല്ലുവിളികൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ BJP-യെ പരമാവധി മാറ്റി നിർത്തുക എന്നുള്ള സമീപനമാണ് കോൺഗ്രസിനുള്ളത്.